വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയല്ലായിരുന്നു. എങ്ങനെ നമ്മൾ ഓരോ രക്ഷിതാക്കൾ എങ്ങനെ ആവണം, എങ്ങനെ കുട്ടികളടുത്ത് ആവണം എന്നൊക്കെ ഉള്ളത് അതിലോ മനസ്സിലായി. ഒരു മടുപ്പില്ലാണ്ട് ക്ലാസ് കേട്ടുകൊണ്ടിരുന്നു. നിർത്താൻ പോരില്ലായിരുന്നു. നിർത്തില്ലാണ്ട് വഴിയില്ലല്ലോ. പിന്നെ ഞാൻ ഈ അഭിപ്രായം ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ മോള് ചെറുതായ കാരണം അവൾ സമ്മതിക്കൂല. അപ്പം എങ്ങനെ കുട്ടികളെടുത്ത് ഇതാവണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അപ്പം തന്നെ നമുക്ക് അതുപോലെ ആയിത്തീരാനും ഭയങ്കര കൊതിയായി. ആ വാക്കുകൾ ഒരുപാട് കേട്ടിരുന്നപ്പോൾ എന്താ പറയുക, നമ്മളെ പോരായ്മകളും നമ്മൾ എത്രത്തോളം നന്നാവണം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം ആ ഒരു ക്ലാസ് തന്നെ ആയിരുന്നു മനസ്സിലിട്ടാവും. ഇത്രയൊക്കെ ഉണ്ടല്ലോ നമുക്ക്. നമ്മളിനിയിപ്പോൾ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് ആദ്യം അതിൽ ഉപേക്ഷിക്കാന്നല്ലാണ്ട് അതിനൊന്നും നമുക്ക് ഒരിത് പറ്റണില്ല മുന്നോട്ട് പോകാൻ. ടീച്ചർ ക്ലാസ് കേട്ടപ്പോൾ അതിനൊരിതായി. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞാൻ എന്താ പറയുക, നിങ്ങളൊക്കെ ഇരുന്ന ക്ലാസ് കേൾക്കേണ്ടതെന്ന്. കാരണം ആള് ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചാലും കേൾക്കില്ല. കുട്ടികളോട് പഠിക്കുക പറയുക എന്നല്ലാണ്ട് ആള് നമ്മളെ കൂടെ അങ്ങനെ എനിക്കിഷ്ടം ഒരുപാട് സംസാരിച്ചിരിക്കാൻ. ഞാൻ ഫോൺ യൂസാക്കിയില്ല. ആൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളങ്ങനെ കെയർ ചെയ്തോ, ആളങ്ങനെ മൈൻഡാക്കി കൊണ്ട് ഇരിക്കലാണ്.